പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്മ തിന്മയെ മായ്ക്കും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ നിരവധി തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോവാറുണ്ട്. മനുഷ്യ സ്വാഭാവികമായ അബദ്ധങ്ങളും പാളിച്ചകളും പോരായ്മകളും സംഭവിച്ചേക്കാറുണ്ട്. പക്ഷേ എല്ലാറ്റിനും നമുക്ക് പരിഹാരമുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും അത്തരക്കാർക്ക് പരിഹാരമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ അടിമകളോട് വളരെ ഇഷ്ടം കാണിക്കുന്ന റബ്ബ് തൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി നിരവധി മാർഗങ്ങൾ സ്വർഗത്തിലെത്തുവാനുള്ള മാർഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നിങ്ങളുടെ തിന്മകളുടെ ആധിക്യത്തെ പൊറുക്കുവാൻ, നിങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകളെ അബദ്ധങ്ങളെ പൊറുക്കുവാൻ വേണ്ടി നന്മ ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ശ്രദ്ധിക്കേണ്ടതാണ്. നന്മ ചെയ്യുക എന്നത് നന്മ തിന്മയെ മായ്ച്ചു കളയും. ഓരോ നന്മയും തൊട്ടു മുമ്പ് ചെയ്തു പോയ തിന്മകളെ മായ്ക്കുവാൻ സന്നദ്ധമാണ്. അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ 25-ാം സൂറത്തുൽ ഫുർഖാനിൽ ഒരു പ്രയോഗം ഇപ്രകാരം കാണാം: ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹ വഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്നാണ്. അപ്പോൾ തിന്മകളെ നന്മകളായി മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുമെന്നാണ്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, തിന്മകളെ അല്ലാഹു നന്മകളായി മാറ്റും. ചില തെറ്റുകുറ്റങ്ങൾക്ക് തൗബ നിർബന്ധമാണ്. അതല്ലാത്ത ചില തെറ്റുകൾക്ക് തൗബയില്ലാതെയും പുറത്തേക്കാവുന്ന തെറ്റുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യഫലമായി ഉണ്ടായേക്കാം. ഏതായാലും അതിനുള്ള പരിഹാരമാണ് നന്മ ചെയ്യുക എന്നത്. അതുകൊണ്ട് തന്നെ ലാ തഖ്റതു മിനൽ മഅറൂഫി ഷൈഅ, ഒരു നന്മയും നമ്മൾ നിസ്സാരമായി തള്ളേണ്ടതില്ല. നന്മകളുടെ ആധിക്യം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന തെറ്റുകളെ മായ്ക്കുവാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നന്മകളെ അധികരിപ്പിക്കാനുള്ള ശ്രദ്ധയും താല്പര്യവും ബോധപൂർവം നാം ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.